സലഫികളും സൂഫിയാളും എവിടെ തർക്കണ്ടോ പോയിന്റ് ഇവിടെ കിടക്കും. മുഹമ്മദ് റസൂലുള്ളയിൽ ഇതിന് രേഖയില്ല. മുഹമ്മദ് റസൂലുള്ളയിൽ രേഖയുണ്ടോ? അതിൽ നിങ്ങൾ നമ്മളൊക്കെ കണക്കാ. നിങ്ങൾക്കും ളുഹർ 4 നമുക്ക് ളുഹർ 4, നിങ്ങൾക്കും അസർ 4 നമുക്കും അസർ 4, നിങ്ങൾക്കും ജുമാ എടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണ്, നമുക്കും ജുമാ എടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണ്. നമ്മൾ പെരുന്നാൾ നടത്തുന്ന ശവ്വാൽ 1 ദുൽഹിജ്ജ 10 അത് എല്ലാവർക്കും അതാണ്. എന്തുകൊണ്ട്? ഇതിനൊക്കെ ഹദീസ് ഉണ്ട്, ഇതിനൊക്കെ രേഖയുണ്ട്. എന്നാൽ നിങ്ങൾ അദ്ദാദ് നടത്തുന്നു, നമ്മൾ അദ്ദാദ് നടത്തുന്നില്ല. നിങ്ങൾ റാത്തീബുകൾ പലതും നടത്തുന്നു, നമ്മളൊന്നും നടത്തുന്നില്ല. നിങ്ങൾ റബീഉൽ അവ്വലിന് നബിദിനാഘോഷം നടത്തുന്നു, നമ്മളെ ചെയ്യണില്ല. നിങ്ങൾ റബീഉൽ ആഖിറിന് ജീലാനി ഫസ്റ്റ് നടത്തുന്നു, നമ്മളെ ചെയ്യണില്ല. എന്താ കാര്യം? മുഹമ്മദ് റസൂലുള്ളാഹിൽ അതിന് രേഖയില്ല. ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ അന്ന് ചെയ്യും. ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ അന്ന് മുതൽ ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കാം, ഹദ്ദാദ് റാത്തീബ് അതിലുള്ള ദിക്റിന്റെ നിയ്യത്ത് കാരണം, നിയ്യത്തിന്റെ ഫസാദ് കാരണം നിങ്ങൾക്ക് അത് ആഖിറത്തിൽ മീസാനിന്റെ ഹസനാത്തിന്റെ മീസാനിൽ കാണാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ചെയ്യണ നിയ്യത്ത് ഉള്ള ദിക്റിനെ പോലും ഹദ്ദാദ് ശൈഖ് തങ്ങൾക്ക് ഇൽഹാമ് കിട്ടിയതോടെ ചെല്ലുന്നു എന്നാക്കിയതോടെ നിയ്യത്തിന്റെ ഫസാദ് കൊണ്ട് അത് അമലിന്റെ പട്ടികയിൽ കാണൂല. എന്നാൽ സലഫിയാളി ചെയ്താൽ കാണും. നിയ്യത്ത് ശരിയാണെങ്കിൽ അല്ലാഹ് സ്വീകരിച്ചാൽ. കാരണം അടിസ്ഥാനം ശരിയായിട്ടുണ്ട്. എന്താ? റസൂലിനെ പഠിപ്പിച്ചോട് ചെല്ലുന്നു. എപ്പോഴല്ലേ? അസ്റിന് ശേഷം, അതുപോലെ സുബഹിക്ക് ശേഷം അത് ചെല്ലാൻ പഠിപ്പിച്ച സമയം എപ്പോഴാണോ അപ്പോ അമല റസൂൽ രാത്രി ചൊല്ലും. ആയത്തിനെ കുറിച്ച് എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലും. എല്ലാത്തിനും നമ്മളെ നിയ്യത്ത് എന്താ? റസൂലിനെ പഠിപ്പിച്ചു ആണ് ഞങ്ങൾ ചെല്ലുന്നു. നിങ്ങളുടെ നിയ്യത്ത് എന്താ? അതാത് തങ്ങൾ പരിചയപ്പെടുത്തി ലോകമൊട്ടാകും അത് പ്രസിദ്ധമായി സൂഫിയാൾ കൊണ്ടുവന്നു, ഇൽഹാമാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. നിയ്യത്തിന്റെ ഫസാദായി. അതുകൊണ്ട് ഉസ്താദന്മാരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സാധുക്കളുടെ അമലുകൾ അവരുടെ നിയ്യത്ത് ഫസാദാക്കിയിട്ട് നിങ്ങൾ അവരുടെ അമലുകളെ ഫസാദാക്കരുത്. അവർക്ക് ഉള്ളത് പഠിപ്പിക്കുകയും ഉള്ള കാര്യങ്ങൾ തന്നെ പഠിപ്പിക്കാൻ മാത്രം ധാരാളക്കണക്കിന് മസ്അലകൾ, ധാരാളക്കണക്കിന് ദിക്റുകൾ എത്രയോ ഉണ്ട്. ആ ദിക്റുകൾ നിങ്ങൾ അവരെ പഠിപ്പിച്ച് അതൊക്കെ പതിവാക്കിയാൽ തന്നെ എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. അതിന് നമ്മൾ ശ്രദ്ധിക്കുക.